ഹായ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് OKS ഒരു കഥ സൊല്ലട്ടുമാ. ഇതിലെ ഒരു കഥ സ്വന്ന ഞങ്ങൾ പഴയ കഥകൾ പറഞ്ഞപ്പോൾ ഒരു പുതിയ കഥയുമായി കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളെ ഞെട്ടിച്ച ജോൺജോ ആണ് ഇന്ന് കഥ പറയുന്നത്. ജോൺജോയുടെ ഓൺ ക്രിയേഷനിലുള്ള രണ്ട് പട്ടികളുടെ കഥ പറഞ്ഞ അനിമെ കഥയെന്ന് നിങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ച ആ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വീണ്ടും ജോണിന്റെ പുതിയ കഥ പറയുമോ എന്നാണ് ഞാൻ എക്സൈറ്റ്മെന്റ് ആയിട്ട് കാത്തിരിക്കുന്നത്. എന്താണ് ജോണിന് ഇന്ന് പറയാനുള്ള കഥ? ഇന്നും നമ്മൾ ഒരു പരീക്ഷണ കഥയാണ് പറയാൻ പോകുന്നത്. ഇത് ഞാൻ ഈ പറയുന്ന പോലെ ഷോർട്ട് ഫിലിം പിടിക്കാൻ താല്പര്യമുള്ളവർക്ക് എടുത്തോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു പോണ കഥകളാണ്. ഇത് നിങ്ങളാണെങ്കിൽ 20 രൂപ തരാൻ പറ്റുമോ സൂപ്പറിലേക്ക്? 20 തരാൻ പറ്റും. നിങ്ങൾ ഇത് 20 രൂപ നിങ്ങൾക്ക് സൂപ്പർ താങ്ക്സ് അയച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കഥയുടെ റൈറ്റ്സ് കിട്ടും. നിങ്ങൾക്ക് അതിൽ ഷോർട്ട് ഫിലിം ഉണ്ടാക്കാം. എത്ര പേർക്ക് വേണമെങ്കിൽ. യെസ്, ആൾക്കാർ വീഡിയോസ് ഇറക്കണം നമ്മുടെ ആഗ്രഹം. ജോൺ പറയുന്ന കഥകൾ ആൾക്കാർ എഐയിൽ കൂടെ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അത് സൂപ്പർ ഹിറ്റ് ആകുന്ന ഷോർട്ട് ഫിലിമായി മാറും. അതെ, നമ്മളുടെ എല്ലാ സാധനങ്ങളും ക്രിയേറ്റീവ് കോമൺസ് ആണ്. ഒന്നും നമ്മൾ കോപ്പിറൈറ്റ് പിടിക്കൂല. നിങ്ങൾക്ക് നമ്മുടെ എന്ത് കണ്ടന്റ് ചെയ്യുന്നു, എന്ത് കഥയെന്നും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നല്ലതാണെന്ന് തോന്നുന്ന സാധനം നമ്മളിവിടെ പറയുന്നില്ല, നമ്മൾ തന്നെ വർക്ക് ചെയ്തെടുക്കും. അപ്പൊ ഓക്കെ, എല്ലാവർക്കും സ്വാഗതം ഓക്കേസിലേക്ക്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി കഥനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ കഥകൾ ഇങ്ങനത്തെ കഥ ഡെവലപ്പാണ് എന്റെ ഒരു കഥ പറയുന്നത്. ഇത് ഞാൻ എന്റെ ഭാര്യ കൂടി ബെഡ് ടൈം സ്റ്റോറീസ് അതായത് നിങ്ങൾക്ക് ഇത്ര നാളായിട്ട് കുട്ടികളുണ്ടാകുന്ന എന്താന്ന് മനസ്സിലായോ? നിങ്ങളുടെ ബെഡ് ടൈം സ്റ്റോറീസ് ശരിയല്ലെന്ന്. അല്ലടാ, ഞങ്ങൾ ഇത് വെറുതെ കിടക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഒരു ഇതാണ്, അതായത് വെറുതെ കിടക്കരുത്. നിനക്കിതൊരു കാര്യം മനസ്സിലായിട്ടില്ലേ? അപ്പൊ അങ്ങനെ വെറുതെ കിടക്കുമ്പോഴല്ലേ അല്ലാതെ പറയണ്ടേ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കഥ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതായത് ഞാൻ പറയും ഒരു കഥയുടെ ഒരു ഹിന്റ് പറ, ഒരു സംഭവം പറ, അവിടെ ഞാൻ ഒരു കഥ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനത്തെ കഥ ഡെവലപ്പിംഗ് ഞാൻ ശ്രമിക്കാനുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം വന്നു, ഒരു ആള് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിരുന്നു. ഹിന്ദു ആയിരുന്നു ആള് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വന്നു. അതിന്റെ ആളുടെ ഫ്ലാറ്റിൽ ഇറങ്ങി വന്ന് താഴെ വന്നപ്പോ ഒരു കഷ്ണം കടലാസ് കിട്ടുന്നു. ആ കടലാസ് ഇയാൾ തുറന്നു നോക്കുമ്പോ അതിൽ എഴുതിയേക്കുന്നത് നിങ്ങൾ ഇന്ന് മരിക്കും. ഇതാണ് എനിക്ക് തന്ന പ്രോംപ്റ്റ്. ഇതിന്ന് കഥ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ കഥ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയതെന്ന് കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചപ്പോ ഇത് എഫക്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് അറിയാമോ. പക്ഷെ ഇയാള് ആ ഫ്ലാറ്റിലുള്ള ഒരു ഭയങ്കര അന്ധവിശ്വാസമുള്ള ഒരു ടൈപ്പ് ഒരു ചെറുപ്പക്കാരൻ ഒരാള്. ആന ഒറ്റമൈനെ കണ്ടാൽ ചിലപ്പോ ഇതാവും, ആന അങ്ങോട്ട് തിരിഞ്ഞടക്കണമെന്ന് തിരിച്ച് വീട്ടിൽ കയറി പോവും. അങ്ങനത്തെ ഒക്കെ ഇതൊക്കെയുള്ള അത് പുറമെ ബാഹ്യമായിട്ടും ആളുടെ ഓരോ കാര്യത്തിലും വർത്താനത്തിലും ഉള്ള ഒരാൾ. ആ ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും അറിയാം ഇയാള് ഒരു അന്ധവിശ്വാസിയും പടു മണ്ടനാന്നുള്ള കാര്യം. അപ്പൊ ഇയാളൊരു ദിവസം അയാളുടെ ജോലിക്ക് പോകാൻ വേണ്ടി ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു സാധനം കിട്ടാണ്, നിങ്ങൾ ഇന്ന് മരിക്കും എന്നുള്ളത്. ഇത് വായിച്ചതും ഇയാൾക്ക് ആകെ ഇതായി. ഇയാളാകെ വേഗം പേപ്പർ എടുത്ത് ചുറ്റുകൂട്ടി എറിഞ്ഞു. പിന്നെ ഇയാൾക്ക് അന്നത്തെ ദിവസം നടക്കാൻ പോകുന്നതല്ല ഇയാളുടെ മരണത്തിലേക്കുള്ള പോലെ. ഒരു 4 സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് എതച്ചു. അപ്പോൾ ആൾ വിചാരിച്ചു അറ്റാക്ക് വരാൻ പോകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ആൾ ഇരുന്നു. അത് കഴിഞ്ഞ് ഇത് വിളിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ആൾ ഓഫീസിൽ ചെന്നു. ഓഫീസിൽ ചെന്നപ്പോൾ ഇയാൾക്ക് എല്ലാം മരണത്തിനുള്ള പേടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോൾ ആളപ്പോൾ ഹാഫ് ഡേ ലീവ് എടുത്തു. ഉച്ചയായപ്പോഴേക്ക് ആളുടെ ഇതിൽ നിന്ന് ലീവ് എടുത്ത് കൂട്ടുകാരൻ ഒരുത്തനുണ്ട്, ഒരു പണിയില്ലാണ്ട് ഇരിക്കുന്ന ഒരുത്തനുണ്ട്. അവനെ വിളിച്ചു നോക്കിയപ്പോൾ അവൻ ഫ്ലാറ്റിലുണ്ട്. എന്നാൽ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോകാൻ ചെല്ലുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ ഇയാൾക്ക് പേടിയാവാണ്. ഇന്ന് മരിക്കില്ല. എന്തായാലും ഇയാൾ വിശ്വസിച്ചു എന്തായാലും ഇയാൾ ഇന്ന് മരിക്കുന്നു. എന്നിട്ട് ഇയാള് ഈ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ചെല്ലും. കൂട്ടുകാരൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കൂട്ടുകാരനും മനസ്സിലാവും, ഇവനെന്തോ പ്രശ്നമുള്ള പോലെ മനസ്സിലാവും. അപ്പോൾ എന്താ കാര്യം? ഒന്നുമില്ല. എന്നിട്ട് അല്ല ഒരു കാര്യം ഉണ്ട്. കാലത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കഷ്ണം പേപ്പർ അവിടെ ഇങ്ങനെ കിടക്കുന്നു, നിങ്ങൾ ഇന്ന് മരിക്കുന്ന അതിൽ എഴുതിയിരിക്കണെന്ന്. അപ്പോൾ കൂട്ടുകാരൻ ഫുൾ പുച്ഛിച്ചു. നീ ഈ കൊല്ലാന്ന് എനിക്കറിയാം, മിക്കവാറും നിന്റെ ഫ്ലാറ്റിലുള്ള അവിടെയുള്ള ഏതോ ഒരു മൈനം നിന്നെ വേണ്ടിയിട്ട് എഴുതി എറിഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അങ്ങനത്തെ ഒരുത്തൻ അവിടെ ഉണ്ട് ആ ഫ്ലാറ്റില്. അവനൊരു ഈ വക സാധനങ്ങളൊക്കെ പുച്ഛമുള്ള ഒരുത്തനുണ്ട്. അപ്പൊ അവനാവാൻ സാധ്യതയുണ്ട്. ഇവനെ ചൊറിയാൻ ഇതുള്ള ടൈപ്പും ഇവനെ ചാടിക്കാൻ ഒരു അങ്ങനത്തെ ഒരു പൊട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ ചാടിക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അവനാവാനും സാധ്യതയുണ്ടെന്ന് ഇവനും തോന്നി തുടങ്ങി. അപ്പൊ പറഞ്ഞല്ല, എനിക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയും ഒന്ന് കഴിഞ്ഞ് കിട്ടണം, എനിക്ക് പേടിയുണ്ട്, ഞാൻ ഇന്ന് ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കും. അവൻ നീ ഇന്റർവ്യൂ അപ്പൊ അവൻ അവിടെ നിന്ന് നിൽക്കാൻ പറഞ്ഞപ്പോ നമുക്ക് എന്തെങ്കിലും കാരണം ആവാം, അവിടെ നിൽക്കണോ നിൽക്കണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. കുറെ മുഴുവൻ ഞാൻ ചെയ്യില്ല.
അവൻ പറയും നീ പേടിക്കാണ്ടിരിക്കുക, എല്ലാ പേടിക്കുള്ള മരുന്ന് എന്ന് പറയുന്നത് എന്താണ്? രണ്ടെണ്ണം അടിക്കുക. ദീപക് മോഹന്റെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ 2 പെഗിന്റെ കുറവാണ് പ്രകാരം 2 പെഗിന്റെ കുറവാണ് നിനക്കുള്ളത് പറയും. അപ്പൊ നമുക്കൊരു കാര്യം ഞാൻ 2 അടിക്കാം എന്നിട്ട് ആലോചിക്കാൻ പറയും. അപ്പൊ നമ്മൾ ഇവിടേക്ക് മേടിച്ചു കൊടുന്നാലോ എന്ന് പറയും. അപ്പൊ അവിടെ നിന്ന് അടിക്കണോ അതോ പുറത്തേക്ക് പോകണമെന്നുള്ള. അപ്പൊ ഇവരൊരു കാര്യം ചെയ്ത് വേണ്ട, അത് പേടിക്കണ്ട, നമ്മൾ തൊട്ടടുത്ത് ബാറുണ്ട്, അവിടേക്ക് ബൈക്കിൽ പോയി നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാന്ന് പറയും. അപ്പൊ ഇവര് അടി തുടങ്ങി കഴിഞ്ഞ് ഒരു പെഗ് കഴിഞ്ഞു, 2ാമത്തെ പെഗായി. ആദ്യത്തെ പെഗിൽ ഇവൻ നോർമലായി, ശരിയല്ലേ, ആരെങ്കിലും എഴുതിയിട്ടെന്ന് ചോദിച്ചത് ഞാൻ ഒരു മണ്ടനല്ല. 2ാമത്തെ പെഗിൽ ഇവൻ കോൺഫിഡന്റ് ആയി. മൈരൻ തന്നെ അത്. എന്നെ അവനല്ലെങ്കിൽ ഒരു ഇതുണ്ട്, അവൻ ഭയങ്കര ബുദ്ധിയുള്ളവനാണെന്ന വിചാരം. എന്റെ ഈ സാധനത്തിലൊന്നും അവന് വിശ്വാസമില്ലാത്തതാണ്, അതാണ് ഇതെന്നൊക്കെ പറഞ്ഞ് അവനൊരു ഫ്രീക്കനാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ മഞ്ഞ ടീഷർട്ടും ട്രൗസർ ഇട്ട് നടക്കണം, ഇതിങ്ങനെ ബൈക്കോടിക്കുന്ന. അപ്പൊ അവൻ തന്നെയാണ് എന്ന് ഇവന് ഉറപ്പിച്ചു. അപ്പൊ അവൻ അതല്ലേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, നീ അല്ലെങ്കിൽ കുറെ ഒക്കെ നിനക്ക് ചെറുപ്പത്തിൽ നീ വളർന്ന സാഹചര്യത്തിന്റെ അതൊക്കെ വിശ്വാസമുള്ളത് എന്നൊക്കെ പറയുന്നത് നീ മുഴുവൻ കളയണ്ട, പക്ഷെ ഇത് എല്ലാത്തിലും ഇങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ഈ നിലയ്ക്ക് വാരഫലം നോക്കി പുറത്തേക്ക് ഇറങ്ങുക, അങ്ങനത്തെ പരിപാടി നടക്കുന്ന പരിപാടിയല്ല. 3 പെഗ് കഴിഞ്ഞപ്പോ ഇവൻ ഫുൾ കോൺഫിഡൻസ് ആയി, വെല്ലുവിളിയൊക്കെ ആയി തുടങ്ങി. ഞാൻ അങ്ങനെയല്ല, എനിക്ക് എല്ലാത്തിനും ഇതാണ്, എനിക്കൊരു പേടിയില്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞു അടിച്ച് ഇവര് ഉച്ചയ്ക്ക് അടിച്ച് പുറത്തേക്ക് ഇറങ്ങായിരുന്നു. ഒരു അടിച്ചടിച്ചടിച്ചടിച്ച് വൈകുന്നേരമായിട്ടുണ്ട്. നല്ല ഇരുട്ടൊക്കെ കഴിഞ്ഞ പിന്നെ വെല്ലുവിളിയാണ്. പുറത്തു പോണവരൊക്കെ തോട്ടി ഏകദേശം ദീപക് മോഹന്റെ സ്വഭാവം അടിച്ചു കഴിഞ്ഞാൽ ഏണി പിടിക്കാനും തോട്ടിയിടാനും ഒക്കെ നടക്കും. അപ്പൊ അവൻ പറഞ്ഞു, ഇപ്പൊ നിന്നെ കൊണ്ട് എനിക്കായി പേടി, കൂടെയുള്ള അവന് ഉപദ്രവമായി തുടങ്ങി. അത് കഴിഞ്ഞാൽ 2 പേര് അത്യാവശ്യം അടിച്ച് ഫിറ്റാണ്. കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞു, നീ ഇത്ര ഫിറ്റല്ലേ, നീ ഫ്ലാറ്റിൽ പോണ്ട, നമുക്ക് എന്റെ വീട്ടിൽ പോവാന്ന് പറയും. അപ്പം പറയാ, ഒരു കാര്യം, എനിക്കിന്ന് മറ്റവനെ കാണണം, ഞാനിന്ന് മരിക്കുന്നു പറഞ്ഞു. അത് തന്നെ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു ബൈക്ക് എടുക്കുന്നു മറ്റവനും. അപ്പൊ മറ്റവൻ ബൈക്ക് എടുക്കാൻ വണ്ടിന്ന് താക്കോല് അടിച്ചിട്ട് ഇനി ഞാൻ ഓടിക്കാം, കോൺഫിഡൻസ് ആണല്ലോ. ഇനി 2 പേരും ബൈക്ക് എടുത്ത് ഓടിക്കുന്നു. അപ്പൊ സാധാ ട്രാക്കിൽ പോയി കഴിഞ്ഞപ്പോ ഇവന് പോരാ, ഇന്ന് എനിക്ക് മരിക്കുന്നൊന്ന് കാണണം, റോങ് സൈഡ്. വൈകുന്നേരം കുറെ രാത്രി ആയിട്ട് വണ്ടികൾ കുറവാ, നേരെ റോങ് സൈഡ് എടുത്തിട്ട് ഇവൻ. അപ്പൊ പിന്നിലിരിക്കുന്നവര് തെറി പറഞ്ഞു, നീ എന്തൊക്കെ കളിക്കുന്നത്, അപ്പൊ നീ പേടിക്കാണ്ടിരിക്കടാ, ഇന്ന് ഞാൻ മരിക്കില്ല എന്ന് എനിക്ക് തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇവൻ റാഷ് ഡ്രൈവിങ്, ഇങ്ങനെ റോങ് സൈഡ് ബൈക്ക് നല്ല സ്പീഡിൽ ഓടിച്ചു പോകുന്നു. അപ്പുറത്ത് നല്ലൊരു ബൈക്കാരൻ ഫേസ് ടു ഫേസ് ഇട്ടിരിക്കുന്നു. 2 പേരും തെറിക്കുന്നു. ബാക്കിലിരിക്കുന്നവന്റെ കൂട്ടുകാരനും തെറിക്കണു, ഇവനും തെറിക്കണു. ഇവന് കാര്യമായിട്ടുള്ള ഇടി ഇടിച്ചിട്ടില്ല. അത് കഴിയുമ്പോ ആകെ മൊത്തം ഒന്ന് ഫെയ്ഡായി പോകും. അപ്പൊ കൂട്ടുകാരന് പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല, ബാക്കിലിരുന്നവന്. ഇവന് കാര്യമായിട്ട് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അവിടെ വന്ന് ഒരു ആംബുലൻസ് വന്നു. ഈ ആംബുലൻസിൽ 2 പേര്, ഈ 2 പേരില്ലേ, അപ്പുറത്ത് ബൈക്കിൽ നിന്ന് വന്നവനും ഇവന് ഈ ആംബുലൻസിലേക്ക് കയറ്റിയത്. അങ്ങനെയൊക്കെ കയറ്റുമെന്ന് എനിക്ക് തിയറിറ്റിയിൽ അറിയില്ല, പക്ഷെ എന്റെ കഥയിൽ കയറി. കഴിഞ്ഞ് ഇവന് ചെറിയൊരു വെളിവ് വന്ന് നോക്കുമ്പോ അവന്റെ അപ്പുറത്ത് കിടക്കുന്നത് മറ്റേ ഫ്രീക്കൻ പയ്യനാ, ഇവന്റെ ഇതിലത്തെ. അവന്റെ കഥ ഏകദേശം തീർന്ന പോലെ ഇരിക്കണേ. അവന് ജീവനുണ്ടോ ഇല്ലെന്ന് ഇവന് അറിയില്ല. ഇവന് ചെറിയൊരു ഓർമ്മയുണ്ട്. അവന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ കടലാസ് ഇവന്റെ എടുത്ത് നോക്കുമ്പോ ആ കടലാസ് ഇവനൊരു കണ്ടുപരിചയം പോലെ തോന്നുന്നു. അപ്പൊ എടുത്ത് നോക്കുമ്പോ ഇവൻ കാലത്ത് ചുരുട്ടി എറിഞ്ഞ നിങ്ങൾ ഇന്ന് മരിക്കും, ഇത് ഇവൻ മടക്കി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ഇവൻ വായിച്ചു നോക്കിയിട്ട് അവൻ മരിച്ച്. ഇതാണ് ഈ കഥ. നിങ്ങൾ ഇന്ന് മരിക്കും. ഈ സിനിമയുടെ ആരും മരിക്കും അറിയില്ല. പക്ഷെ ഇതൊരു ചെറിയ ബിഗ് ബഡ്ജറ്റ് ഷോർട്ട് ഫിലിം പടമാണ് അല്ലേ? ആംബുലൻസ് ട്രാഫിക്കിനെ ക്രോസ് ചെയ്തുള്ളതും യൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഗ്രീൻ മാറ്റ് ഉപയോഗിക്കേണ്ടി വരുന്ന സെറ്റപ്പ് ഉണ്ട് ഇതിനകത്ത്. AI വെച്ച് ചെയ്യാം. ഒരു നിർബന്ധിതമായ കഥ പറയേണ്ട സാഹചര്യങ്ങളിൽ ഞാൻ ഇത്തരം കഥകൾ പറയാം. കൊള്ളാം. നിങ്ങൾക്കാണ് ഈ കമന്റിൽ ഇതുപോലെ ഒരു പ്രോംപ്റ്റ് ഇടുവാണെങ്കിൽ ജോൺ ജോ അത് കഥയായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇത് ബേസിക്കലി ജോൺ ജോയിന് ഇത്രേ കിട്ടിയുള്ളൂ. ഒരു വ്യക്തി ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ അയാൾക്കൊരു തുണ്ട് കിട്ടുന്നു, അതിലെഴുതിയിരിക്കുന്നു നിങ്ങൾ എന്ന് മരിക്കും. അതിൽ നിന്നാണ് ജോൺ ജോ കഥ ഉണ്ടാക്കിയത്. നിങ്ങൾ എന്ന് മരിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കാരണം നമ്മുടെ മരണം നമ്മുടെ കയ്യിലാണെന്നാണ് ഈ കഥയുടെ ഏറ്റവും വലിയ സാര ഉപദേശം.
ഇങ്ങനെയുള്ള സാരോപദേശ കഥകൾ ജോൺ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രോംപ്റ്റ് തരിക. സത്യം പറഞ്ഞാ ഈ കഥ പറഞ്ഞ എന്റെ ഇതിൽ പറയുന്നത് അത്ര ഗംഭീര കഥയല്ലാന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു സാധനം ഉണ്ടല്ലേ, ഒരു എസ്കലേഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ എവിടേക്കോ കണ്ടോ കേട്ടോ ഒരു പാറ്റേൺ ഉണ്ട്. ഇതിന് അവസാനം ഒരു സാധനം വരണമെന്നുണ്ട്. ആ ലെറ്ററിന് അവസാനം കൊണ്ടുവന്ന സർപ്രൈസിന്റെ സാധനം ബേസിക് സ്ട്രക്ചർ കഥ ഉണ്ടാക്കുക എന്നുള്ളത് എസ്കലേറ്റ് ആവുമല്ലോ, വെള്ളം അടിച്ചിട്ട് ഫ്ലിപ്പ് ആവുമല്ലോ. അപ്പം ഇത് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതിന് ഓൾട്ടർനേറ്റ് ക്ലൈമാക്സുകൾക്ക് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് പാത്തുകൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതായത് ഇത് അതായത് വെള്ളം അടിക്കാൻ പോകാതെ വേണമെങ്കിൽ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാമായിരുന്ന ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ അപ്പൊ തന്നെ അവനെ കാണാൻ പോകാമായിരുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മരണം വേണേൽ ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ആ സജഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോംപ്റ്റ് വെച്ച് നിങ്ങൾക്ക് ഒരു കഥ ഉണ്ടാക്കാം. അതിന് എക്സ്ട്രാ ക്ലൈമാക്സ് വേറൊരു മൾട്ടിപ്പിൾ എൻഡിങ് ഉണ്ടാവാം. അതെ അതെ അതെ, നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ ഇതിനൊരു പാർട്ട് 2 നിങ്ങൾക്ക് ഉണ്ടാക്കാം അല്ലേ? ഇത് തന്നെ അരയേ ഉള്ളൂ അല്ലേ? ഇന്റർവെല് അതെ, ഇന്റർവെല് കഴിഞ്ഞിട്ട് എന്ത് നടക്കും എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റൊരു എപ്പിസോഡായിട്ട് വരുന്നത് വരെ തൽക്കാലം ഓക്കേസിൽ നിന്ന് ബൈ ബൈ. അല്ല ഓ നിങ്ങനെ പിടിച്ചാൽ മതി. ഓക്കെ ഗൈസ്, കാണാം. ബൈ.